ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിത്രകലാ ബാലപാഠത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, വരയ്ക്കുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുന്നത്. ഇത് വളരെ ചെറിയൊരു വീഡിയോയാണ്. അത് മുഴുവനും കേട്ടെങ്കിൽ മാത്രമേ നമുക്കത് കാര്യത്തിലേക്ക് കടക്കാൻ കഴിയൂ, മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒരു വസ്തുവിനെ നമ്മളുടെ ആംഗിളിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ വസ്തുക്കളെ കാണുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു 3 കോളം വീതം വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ ആംഗിളുകളിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 9 തരത്തിലാണ് നമുക്ക് ആ വസ്തുക്കളെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇത് ഈ ആകെയുള്ള കോളത്തിൻ്റെ സെൻറ്റർ പോർഷൻ. ഈ കോളത്തിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒരു കോൺ അടയാളപ്പെടുത്തിയാൽ അതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ കണ്ണിൻ്റെ പോർഷനായിട്ട് നമ്മളിതിനെ കരുതുകയും, അപ്പോൾ നമ്മളൊരു വസ്തുക്കളെ മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് നോക്കുന്നത്. പല സ്ഥലങ്ങളിലേക്ക് നോക്കും. തെക്കോട്ടുള്ള വസ്തുക്കളെ നോക്കും, വടക്കോട്ടുള്ള വസ്തുക്കളെ നോക്കും, പടിഞ്ഞാട്ടുള്ളത്, കിഴക്കോട്ടുള്ളത്, അല്ലെങ്കിൽ ഇടത്തോട്ടുള്ളത്, വലത്തോട്ടുള്ളത്, നമ്മുടെ കണ്ണിനേക്കാൾ മുകളിലേക്കുള്ളത്, കണ്ണിനേക്കാൾ താഴേക്കുള്ളത്. നമ്മൾ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്ന അങ്ങനെയാണല്ലോ. ഒരു ചിത്രത്തിൻ്റെ സെൻറ്റർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് ഇടതുവശത്തായിട്ടും വലതുവശത്തായിട്ടും മുകൾ വശത്തായിട്ടും താഴ്വശത്തായിട്ടും ഇടത് വലത് അങ്ങനെ പല പോർഷൻ. ഇടത് മുകളിലേക്ക്, ഇടത് താഴേക്ക്, വലത് മുകളിലേക്ക്, വലത് താഴേക്ക്, അങ്ങനെ പലതരത്തിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളതിനെ ചിത്രീകരിക്കുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ആ ചിത്രങ്ങളുടെ ഏതെല്ലാം വശങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ വലത് സൈഡിലിരിക്കുന്ന വസ്തുവിൻ്റെ ഏതെല്ലാം വശങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് ഈ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വാനിഷിംഗ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രീതി തന്നെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാമെങ്കിൽ, ഇത് ഒരു വസ്തു, ആ വസ്തു തന്നെയാണ് ഇത്, ആ വസ്തു തന്നെയാണ് ചുറ്റിനും കാണുന്നത് എന്ന് കരുതുക. ഈ ഒരൊറ്റ വസ്തുവാണ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനും കാണുന്നത്. മുകളിൽ കാണുന്നു, കണ്ണിന് താഴെ കാണുന്നു, കണ്ണിൻ്റെ സൈഡിൽ കാണുന്നു, കണ്ണിൻ്റെ വശങ്ങളിലായി താഴെ കാണുന്നു, വശങ്ങളിൽ തന്നെ മുകളിൽ കാണുന്നു, അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ, അതിൻ്റെ ഏത് വശങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണുന്നത് എന്ന് നമുക്കിതിനകത്ത് കൂടി ഒന്ന് നോക്കാം. നമ്മൾ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വാനിഷിംഗ് എന്ന് പറയുന്നത് പോലെ ഇത് വാനിഷിംഗ് പോയിൻ്റായിട്ട് നമ്മൾ കരുതുകയും, ഇവിടെ നിന്ന് ഈ ഓരോ കോളത്തിൻ്റെയും പരമാവധി വെളിയിലേക്ക്, എൻഡിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് വരയ്ക്കുന്നു. ഓക്കെ, ഇതിൻ്റെ എൻഡിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ അല്ലാതെ വേറൊരു വര നമുക്കിവിടെ വരയ്ക്കാൻ കഴിയില്ല, അല്ലേ? ഇങ്ങനെ പോയാൽ ഈ ആംഗിൾ കൂട്ടണമെങ്കിൽ ഇതിനകത്തൂടെ പറ്റും. അങ്ങനെയുള്ള വര നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ പോയിന്റിലേക്ക് 2 വശത്തുനിന്നും ഇങ്ങോട്ട് കൊണ്ടിടുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ കണ്ണിൻ്റെ നേർ മുകളിൽ നിൽക്കുന്ന വസ്തുവിൻ്റെ താഴ്വശം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലായോ പറഞ്ഞേ? നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ നിന്ന് വസ്തു നേരെ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ താഴ്ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഐഡിയ കിട്ടിയോ? സെയിം രണ്ടാമത്തെ ഈ വസ്തു തന്നെയാണ് നമ്മുടെ ഐ ലെവലിന് താഴെ നിൽക്കുന്നതെങ്കിൽ, ഇവിടെ നിന്ന് നമ്മളൊരു പോയിൻ്റ് അങ്ങോട്ട് കൊടുക്കുന്നു, ഇവിടെ നിന്നും ആ പോയിൻറ്റിലേക്ക് നമ്മൾ ഒരു ലൈൻ കൊടുക്കുന്നു. നമ്മുടെ കണ്ണിൻ്റെ നേർക്ക് നിന്ന് ആ വസ്തു താഴെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ മുകൾ വശമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഐഡിയ കിട്ടിയോ? സംഗതി അത് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതേപോലെ തന്നെ ഈ വസ്തുക്കളെല്ലാം, ഈ വസ്തു
ഇങ്ങോട്ട് മാറി നമ്മുടെ ഐ ലെവലിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് മാറി വശങ്ങളിലേക്കാണെങ്കിൽ അവിടെ നിന്ന് നമ്മളൊന്ന് വരച്ച് നോക്കിയേ. അവിടെ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ അത്രേ വരത്തുള്ളൂ അല്ലേ. ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ വസ്തുവിൻ്റെ മുൻവശവും കാണാം, ഒപ്പം ഈ ഇടതുവശവും കാണാം. ഈ വസ്തുവിൻ്റെ മുൻവശം കാണാം, താഴ്വശം കാണാം. ഈ വസ്തുവിൻ്റെ മുൻവശം കാണാം, മുകൾ വശം കാണാം. അപ്പോൾ ഈ വസ്തുവിൻ്റെ നമ്മൾ കാണുന്നത് സ്വാഭാവിക ഈ വസ്തുവിൻ്റെ ഇടതുവശമായിരിക്കും നമ്മൾ കാണുന്നത്. സെയിം ഇപ്പുറം അത് തന്നെ. ഈ വസ്തുവിൻ്റെ മുൻവശവും ഒപ്പം ഈ വസ്തുവിൻ്റെ വലതുവശമായിരിക്കും നമ്മൾ കാണുന്നത്. ഐഡിയ മനസ്സിലായി എന്ന് കരുതുന്നു. സെയിം ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കാണാം. ഈ ഒരു വസ്തു തന്നെയാണ് ഇങ്ങോട്ട് മാറിയാൽ ഈ വശം കാണും. ഈ വസ്തു തന്നെയാണ് ഈ ഇങ്ങോട്ട് മാറുമ്പോൾ ഈ വശം കാണും. മുകളിലേക്ക് മാറുമ്പോൾ താഴ്വശം കാണും. താഴെ വയ്ക്കുമ്പോൾ അത് അതിൻ്റെ മുകൾ വശം കാണും. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന് കോർണറായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വസ്തുവിൻ്റെ എത്ര വശം കാണുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കണ്ട് ഇവിടെ വരുന്നു അല്ലേ, ഒരു പോയിൻ്റ് വരുന്നു. 2 അടുത്തൊരു പോയിൻ്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഈ വസ്തുവിൻ്റെ മുൻവശവും കാണാം, വലതുവശവും കാണാം, താഴ്വശവും കാണാം. എന്നിട്ട് ഈ വസ്തുവിൻ്റെ വലതുവശം കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വസ്തുവിൻ്റെ 3 വശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ആ ഒരു വശം കാണാം, നേരെ താഴെ ഈ ഒരു വശം കാണാം. ഇതേപോലെ തന്നെയായിരിക്കും ഇപ്പുറത്തെ വസ്തുവിൻ്റെ ഇടതുവശമായിരിക്കും കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാ രേഖകളും എവിടെ ചെന്ന് നിൽക്കുന്നു? ഈ ഒരു പോയിന്റിൽ തന്നെ ചെന്ന് നിൽക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയുന്നത്. ഇത് വരച്ച് കഴിയുമ്പോൾ നോക്കാമെങ്കിൽ ശരിക്കും ഇതിനൊരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വാനിഷിങ് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ മറ്റ് ഒബ്ജക്റ്റുകൾ നമ്മൾ മോഡലൊക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോഴായാലും ഏത് ചിത്രം വരയ്ക്കുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും കരുതിയിരിക്കേണ്ടത് ആ വസ്തു നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കണ്ണിൻ്റെ പോർഷനിൽ എവിടെയൊക്കെയാണോ നിൽക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് അത് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു വശം നമ്മൾ സ്വാഭാവികമായിട്ടും ഷെയ്ഡ് ചെയ്യുകയാണ്. ഇവിടെ ചെറിയൊരു ടോൺ ഇവിടെ കൊടുക്കാം. യഥാർത്ഥത്തിൽ ഇവിടെയാണ് മുൻവശം. മുകൾ വശത്ത് നിന്ന് വരുമ്പോൾ ഇവിടെ അതിൻ്റെതായിട്ടുള്ള ലൈറ്റുകൾ ഉണ്ടാകും. ഇവിടെ കുറച്ചും കൂടെ ഒരു പക്ഷേ ഷെയ്ഡ് വരാം അല്ലേ. ആ ഷെയ്ഡ് വരുന്നത് പോലും അത് ഏത് വശത്ത് നിന്നുകൊണ്ടാണ് എന്ന് കൂടി നമ്മളൊന്ന് നോക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ അതിൽ എവിടെ നിന്നാണ് പ്രകാശം വരുന്നത് എന്നൊക്കെ നോക്കി ആ കറക്റ്റായിട്ടുള്ള വശത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഷെയ്ഡുകൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നു, നോക്കിക്കോളാം. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യം മനസ്സിലായി. ഇപ്പോൾ നമ്മൾ നോക്കാമെങ്കിൽ തന്നെ നേരെ നടുക്കൂടെ സെൻട്രൽ നമ്മുടെ അഭിമുഖമായി നേരെ ഒരു കട്ട ദൂരെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നും. തോന്നൽ മാത്രമാണ്. സത്യത്തിൽ ഈ കട്ടയുടെ വശങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം നമ്മുടെ കണ്ണിന് നേരെ അഭിമുഖമായി ഇരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മുൻവശം എന്ന് പറയുന്ന ഒരൊറ്റ വശം മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ശരിക്കും നമുക്ക് മൊത്തത്തിൽ ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് താഴേന്ന് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വശങ്ങളുണ്ട് എന്ന് തോന്നുകയാണ്, നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. എന്നാൽ ഈ വസ്തു നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ നിന്ന് വലത്തോട്ട് മാറുമ്പോൾ ആ വസ്തുവിൻ്റെ ഇടതുവശം കാണാം. ഒന്നുകൂടെ വ്യക്തമാക്കാം. നേരെ വലത്തേക്കാണ് ഈ വസ്തു മാറുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ ഇടതുവശം കാണാം. വലത്ത് മുകളിലേക്കാണ് മാറുന്നതെങ്കിലും ഇടതുവശവും കാണാം, ഒപ്പം അതിൻ്റെ താഴ്വശവും കാണാം. നേരെ മുകളിലേക്കാണെങ്കിൽ താഴത്തെ ഒറ്റ വശമേ കാണത്തുള്ളൂ.
തിരിച്ച് ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്കാണ്, ഇടതുവശത്തോട്ടാണ് വരുന്നതെങ്കിൽ ഈ വസ്തുവിൻ്റെ വലതുവശം കാണാം. തിരിച്ചത് നേരെ മുകളിലേക്കാണ് പോകുന്നത്, ഇടതുവശത്തു കൂടി നേരെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ രണ്ട് വശങ്ങൾ, ഒന്ന് താഴ്വശവും ഒന്ന് വലതുവശവും, അതുപോലെ തന്നെ താഴ്വശവും നമുക്ക് കാണുവാൻ കഴിയും. ഈ ആംഗിൾ തന്നെ ഇത് കുറച്ച് മാത്രം ഇങ്ങോട്ട് നീങ്ങുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ഈ താഴ്വശത്തിൻ്റെ അളവ് കുറയും. ഇത് അപ്പോട്ട് വരുംതോറും ഇതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ട് ഇവിടോട്ട് മാറ്റി നമ്മളൊരു സ്ക്വയർ വരച്ചിട്ട് അവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കാമെങ്കിൽ ഈ ദൂരം, ഈ അകലം ഇതിൻ്റെ താഴെ ഉണ്ടാകത്തില്ല. ഇത് ഇച്ചിരി താഴും തോറും എന്ത് സംഭവിക്കും, ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ എൻഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒട്ടും കാണത്തില്ല. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ ചിത്രകലയിൽ നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്. ഇതിനെ നമുക്ക് പെർസ്പെക്റ്റീവ് എന്നുകൂടി നമുക്ക് പറയാം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ പോയിന്റിലേക്ക് പോയി ചേരുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഈ ചിത്രങ്ങളെ, നല്ല ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമ്മളിത് കൂടി മനസ്സിലാക്കി വരയ്ക്കുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തി നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.